പ്രിയമുള്ളവരെ, വചനജ്വാല 1676 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 3 വെള്ളിയാഴ്ച. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ദുഃഖവെള്ളി. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ ദുഃഖവെള്ളിയായി ആചരിക്കുന്നു. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച ദിവസം. കണ്ണീരോടെ കുരിശിൽ രൂപം ചിന്തിക്കേണ്ടതും കണ്ണുനീരോടെ കുറെ സമയം കുരിശിന്റെ അരികെ ഇരിക്കേണ്ടതുമായ ദിവസം. കുരിശേ എന്റെ ഏകാഭയമേ സ്വസ്തി. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, പരിഹാര പ്രദക്ഷിണത്തിലൂടെ, കുരിശിന്റെ ആശീർവാദത്തോടെ നമുക്ക് യേശുവിന്റെ കൃപ സ്വീകരിക്കാം. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ കുമ്പിട്ടാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ വിശുദ്ധ കുരിശുകൊണ്ട് ലോകത്തെ രക്ഷിച്ചു. എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനാശംസകൾ. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 46 അധ്യായം 13 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ഈജിപ്തിനെ ചവിട്ടി മെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ വരവിനെ കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു. ഈജിപ്തിൽ പ്രഖ്യാപിക്കുക, മിഗ്ദോയിലും മെംഫസിലും തഹ്പൻസഹസിലും വിളിച്ചു പറയുക, ഒരുങ്ങിയിരിക്കുവിൻ, സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എന്തേ അപ്പീസ് നിബദിച്ചു? നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തതെന്തുകൊണ്ട്? കർത്താവ് അവനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു. മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിന്റെ അടുക്കലേക്കും തിരിച്ചു പോകാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടി എന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്ത് നിവാസികളെ, പ്രവാസത്തിന് ഭാണ്ഡമൊരുക്കുവിൻ. മെംഫിസ് വിജനമായ നാശകൂമ്പാരമായി തീരും. ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്ക് നിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവരുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ്. ഇതാ, ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു.
അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു. അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സിൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴുവുമായി അവർ വരുന്നു. എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളെക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിന്റെ പുത്രി ലജ്ജിതയാകും. വടക്കു നിന്ന് വരുന്ന ജനത്തിന്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: തേബസിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവരുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും. എന്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട, ഇസ്രായേലെ പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങി വരും, അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും. നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ റിച്ചേർഡിനെ അനുസ്മരിക്കുന്ന സുദിനം കൂടെയാണ് ഇന്ന്. ബാല്യത്തിൽ പുണ്യാഭ്യാസത്തിലും പഠനത്തിലും തൽപരൻ. മൂത്ത ജ്യേഷ്ഠന് ഒരു പ്രത്യേക സഹായം ആവശ്യമായി വന്നപ്പോൾ ഒരു ഭൃത്യനെ പോലെ ജോലി ചെയ്തു. പിന്നീട് പഠനം പൂർത്തിയാക്കി ഓക്സ്ഫോർഡ് സർവകലാശാല ചാൻസലർ, ആർച്ച് ബിഷപ്പിന്റെ ചാൻസലർ, തുടർന്നാണ് ഇദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം ലഭിച്ചത്. അജഗണത്തോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പ്രത്യേക താല്പര്യത്തോടെയുള്ള പ്രവർത്തനം, രോഗികളോട്, ദരിദ്രരോട്, പ്രത്യേകമായി ദരിദ്രരെ തേടിപ്പിടിച്ച് അദ്ദേഹം സഹായിച്ചിരുന്നു. വരവിനേക്കാൾ ചിലവ് കൂടി വന്നപ്പോൾ തന്റെ പാത്രങ്ങളും കുതിരയെയും വരെ വിറ്റു. മുഖത്ത് എപ്പോഴും സ്വർഗീയമായ ഒരു പ്രസന്നത കളിയാടിയിരുന്നു. 56-ാം വയസ്സിൽ പനി പിടിച്ചായിരുന്നു മരണം. പ്രിയരെ, ഇന്ന് മെത്രാനായ വിശുദ്ധ റിച്ചേർഡിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ കുരിശിനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.